നമ്മൾ ഒരു സിമ്പിൾ ഡിസൈനാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു സാരിയുടെ ബോർഡറിലാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ നെക്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഞാൻ 2 കളർ നൂലാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഫാബ്രിക്കിൻ്റെ അതേ കളറും പിന്നെ ഒരു മെറൂൺ കളർ, ഈ 2 കളർ നൂലാണ് ഇതിനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ബീഡ്സും ഒക്കെ ഇതുപോലുള്ള ബീഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എത്രത്തോളം നമുക്ക് വീതിയിൽ വേണം എന്നുള്ളത്, എത്ര വിഡ്ത്തിലാണ് ആ ഡിസൈൻ വേണ്ടെന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഫുൾ ഫില്ല് ചെയ്യുന്ന രീതിയിൽ റിംഗ് നോട്ട് കൊണ്ടുള്ള ഫ്ലവേഴ്സും സിമ്പിൾ റിംഗ് നോട്ട്സും ഒക്കെ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം നമുക്കിപ്പം 2 കളർ നൂലും നീഡിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് റഫായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എവിടെയൊക്കെ വേണം എന്നുള്ളത് ഉണ്ട്. ഇത്രയും ബോർഡറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ മെറൂൺ കളർ ത്രെഡ് കൊണ്ട് കുറച്ച് റിംഗ് നോട്ട്സ് കൊണ്ടുള്ള ഫ്ലവേഴ്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു എൻഡ് മാത്രമാണ് കിട്ടിയേക്കുന്നത്. സ്റ്റാൻഡ്സ് ഒന്നും മാറ്റിയിട്ടില്ല. അതിപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് റിങ്സ് ഇപ്പോൾ 2 പ്രാവശ്യം ഒന്ന് ചുറ്റി കുറച്ച് മുകളിലായിട്ടൊന്ന് കുത്തിയിറക്കാം. അപ്പോൾ ഒരു റിംഗ് ആയിട്ട് വരും. അപ്പോൾ നല്ലൊരു റിങ്. ഇതുപോലെ 6 7 എണ്ണം പെറ്റലായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു ഫ്ലവർ ചെയ്തു. ഇതുപോലെ നമുക്ക് ഇവിടേക്കും ഫ്ലവർ ഇതേ കളർ കൊണ്ട് തന്നെ കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്ത കളറും മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞാൽ ചെയ്യാം. ഇതിപ്പോൾ കെട്ടിയിട്ട് മാറ്റിയിട്ട് ചെയ്താലും മതി, അതല്ലെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാണ്ട് കെട്ടി മാറ്റി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഇവിടെ കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ 5 എണ്ണമാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ കൊടുത്തേക്കുന്നതിലൊക്കെ 6 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ഇതിൻ്റെ അനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഫ്ലവേഴ്സാക്കി എടുക്കാൻ പറ്റും നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെയും ഇതുപോലെ ഒരു നോട്ട് മാത്രം, ഒരു റിങ്ങായിട്ട് മാത്രം ഇതുപോലെ കൊടുക്കാം. ഇതുപോലെ ഒരു റിങ്ങായിട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു കളർ കൊണ്ടുള്ള ഫ്ലവേഴ്സും കൊടുക്കാം. അതും ഇതിനിടയ്ക്കായിട്ട് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ 2 കളറും കൂടെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് ഞാൻ ഒരെൻഡ് മാത്രമാണ് കിട്ടിയേക്കുന്നത്. ഇതുപോലെ 2 പ്രാവശ്യം ചുറ്റി ഇതുപോലെ താഴേക്ക് എടുക്കുമ്പോൾ ഒരു റിങ് ഫോം ചെയ്യും. ഇതുപോലെ ചുറ്റുമായിട്ട് കൊടുക്കാം.
കണ്ടോ, ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗോൾഡൻ ബീഡ്സും നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ ഇതേ കളർ തന്നെ ഒരു നൂലിൽ സാധാരണ നീഡിൽ തന്നെ എടുത്തേക്കോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഫ്ലവറിന് നടുക്കായിട്ടൊരു ഗോൾഡൻ കളറിലെ ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇവിടെയും ഒക്കെ നമുക്ക് വയ്ക്കാം. ചെറിയ ടൈപ്പ് മിക്സ് ആയിട്ടുള്ള ബീഡ്സ് വയ്ക്കാം. ഇതുപോലെ നമുക്ക് ചെയ്ത് ഈ ബോർഡർ ഇതുപോലെ ഫിനിഷ് ചെയ്യാം. ഇത് നിറച്ചായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഇതുപോലെ സിംഗിൾ ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇത് കുറച്ചുകൂടെ തിക്കായിട്ട് കൊടുക്കണം. നമ്മൾ ഇനിയും ഞാൻ ഇതുപോലെ ഇവിടെ നിന്ന് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് ഈ ഒരു ബോർഡറിലായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുപോലെയുള്ള ഡിസൈൻസ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.